ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ അറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇത് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിംഗ്, അതുപോലെ വാട്ട് ദേ തിങ്ക് അബൌട്ട് യു എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ഒരാളും ആക്ഷൻ എടുക്കാൻ നിൽക്കരുത്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. വാട്ട് ദേ തിങ്ക് അബൌട്ട് യു. ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയത് ദ ചാരിയറ്റ് കാർഡാണ്. ഓക്കെ, ഈ ഒരു സൈക്കിള് അത്ര പെട്ടെന്ന് എൻഡപ്പായി പോകുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ ഒരു സമയം ആ ഒരു വ്യക്തി നല്ല രീതിയിൽ ചിന്തിക്കുകയാണ്. കാരണം ഇപ്പോഴും പാസ്റ്റിലത്തെ ഓർമ്മകളിൽ സ്റ്റക്കഡാണ്. വീണ്ടും നിങ്ങളുമായിട്ടൊരു പുതിയൊരു ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പോൾ ആ ഒരു വ്യക്തി ഓർക്കുന്നുണ്ട് ഓരോന്നും ചെയ്തു പോയത് എന്തൊക്കെയാണെന്നും അത് എത്രത്തോളം മോശമാണെന്നും അന്ന് നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിന്ന് ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ അതിന് കാരണം എന്ന് പറയുന്നത് അതിന് തുല്യമായിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഘടന ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യുക, അല്ലേ? അപ്പോൾ അവിടെ ഒരു കർമ്മ റിലീസിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങളോട് വന്ന് മാപ്പപേക്ഷ ഫുള്ള് പഴയ രീതിയിൽ തുടങ്ങണമെന്നൊന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് കൈൻഡ് ഓഫ് ഡൈനാമിക് അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ ഒരു അൺനോൺ നമ്പർ എന്നൊക്കെ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയും നിത്യപ്രതി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കിവിടെ കണ്ടുപിടി. കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് നിങ്ങളുടെ ലൈഫിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ അതറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ കുറച്ച് പേര് ഇപ്പോഴും നല്ല രീതിയിൽ ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ച് പേരെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ മിണ്ടായി, എങ്ങനെയാണ് നിങ്ങൾ പണ്ട് നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്ത് റിലേഷൻ കീപ്പ് ചെയ്യാൻ നിങ്ങളായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ആ ഒരു വ്യക്തി അതൊക്കെ ഓർക്കുകയാണ്. കാരണം ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഉപേക്ഷിച്ചത്, ഇപ്പോൾ അതൊരു റിഗ്രറ്റായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കുറേ ആളെ സംബന്ധിച്ച് ഈഗോ അതിനേക്കാൾ മുകളിലായതുകൊണ്ട് ഒരിക്കലും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ഒരു ടൈം ആ ഒരു വ്യക്തി നിങ്ങളെ സ്റ്റോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ട് വഴി നിങ്ങൾ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുകയാണ്. അവിടെ ഒരു റിഗ്രറ്റിംഗ് മനോഭാവമാണ് ഇവിടെ കൂടുതലായിട്ടും ഈ ഒരു ടൈമിലൂടെ ഈ ഒരു വ്യക്തിക്ക് കടന്നു പോകുന്നത്. നമുക്ക് കൂടുതൽ ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ആക്ച്വലി ആ ഒരു വ്യക്തി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പേജ് ഓഫ് പെൻഡക്കിൾ വൺസ്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് 9 ഓഫ് വൺസ് ആണ്. ദെൻ 9 ഓഫ് വൺസ്, ദി ഹാങ്ഡ് മാൻ, ദി പേജ് ഓഫ് പെൻഡക്കിൾസ് എന്നുള്ളൊരു കാർഡാണ്. അതുതന്നെയാണ് പേജ് ഓഫ് പെൻഡക്കിൾസ് ട്വിന്നിങ് കാർഡാണ്. അതായത് രണ്ടും വേറെ വേറെ കാർഡ് സെറ്റ് ഓഫ് കാർഡിലത്താണ് വീണ്ടും വന്നത്. അതായത് ഒരു സമയം ആ വ്യക്തി എന്താണോ വിശ്വസിച്ചത് ആ ഒരു വിശ്വാസം പാടെ തെറ്റിയിരിക്കുകയാണ്. അതിപ്പം പലർക്കും പല രീതിയിലാണ്. അതിപ്പോൾ പേഴ്സണായിട്ടുള്ളവർക്ക് പേഴ്സണായിട്ടുള്ളതാകാം. ഇവിടെ ഒരു കമ്പാരിസൺ, ഈ ഒരു വ്യക്തിക്ക് എന്ത് കിട്ടുന്നു അതിപ്പം ആദ്യമൊന്നും അതിനെക്കുറിച്ചുള്ള വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നല്ല രീതിയിലൊരു കമ്പാരിസണുള്ള ഒരു ടെൻഡൻസി കൂടുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പക്ഷേ ഇപ്പോഴും ആ ഒരു വ്യക്തി വിചാരിക്കുകയാണ് നിങ്ങളുടെ അടുക്ക് എത്തണമെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് കടമ്പ കടക്കേണ്ടതുണ്ട്. പക്ഷേ ആ ഒരു കടമ്പ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ബോർഡേഴ്സാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതായത് ദ 9 ഓഫ് വൺസ് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു വേലിക്ക് അപ്പുറത്ത് നിന്ന് നോക്കുന്ന പോലത്തുള്ള അവസ്ഥയൊക്കെ നമുക്ക് ആ ഒരു വ്യക്തിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരുപാട് പെയിനിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വിചാരിക്കുകയാണ് ഞാനായിട്ട് ചെയ്തു പോയ ഒരു കാര്യമാണ്, പക്ഷെ അത് നിങ്ങളോട് എങ്ങനെ വന്ന് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊന്നും ആ ഒരു വ്യക്തിക്ക് പറയില്ല. അത് ആ ഒരു വ്യക്തിയായിട്ട് ഇട്ടിട്ട് നിങ്ങൾ പോയതാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ റിഗ്രറ്റിങ്ങിനുള്ള ഒരു ടെൻഡൻസിയാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. നമുക്ക് നോക്കാം വോട്ട് ഈസ് നിങ്ങളുടെ അടുക്ക വരുന്ന ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് നമുക്ക് വേൾഡ് കാർഡാണ്. ദെൻ ദ ജഡ്ജ്മെൻറ്റ് കാർഡ്, ദെൻ ദ 5 ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കെയർ ചെയ്ത പോലെ മറ്റാർക്കും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ച പോലെ മറ്റാർക്കും സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് വീണ്ടും ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത് ആ ഒരു വ്യക്തിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ആ ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ നീ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിന്നാലും വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് തന്നെ ഇതൊരു സൈക്കിളാണ്. ഈ ഒരു സൈക്കിൾ എൻഡപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ
അവർക്കാവില്ല. കാരണം അവർ ഓർമ്മകളിൽ സ്റ്റക്ക്ഡാണ്. ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് നല്ല ബോധമുണ്ട്. മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അതൊരു കർമ്മ റിലീസിങ് കാർഡ് പോലെ, അല്ലെങ്കിൽ കർമ്മ റിലീസിങ് പോലെ ഒരു സൈക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ, എവിടെ പോയാലും ഇത് കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ എത്തും എന്നൊക്കെ പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് എനർജിന് എവിടെ പോയാലും ഇത് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ എത്തും. കാരണം ചില കാര്യങ്ങളിൽ ആ ഒരു വ്യക്തി ആഗ്രഹിച്ചതുപോലെയല്ല ജീവിതത്തിൻ്റെ പോക്ക്, അല്ലെങ്കിൽ അങ്ങനെയല്ല മുന്നോട്ട് പോകുന്നത് എന്ന് കാണുമ്പോൾ ഇങ്ങോട്ട് വരണം എന്നുള്ള ടെൻഡൻസി. നേരെ മറിച്ച് അത് പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ പലരെ സംബന്ധിച്ചും കാണുന്നത്. പക്ഷെ വീണ്ടും നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് കിട്ടാനുള്ള നല്ല ചാൻസ് കൂടുതലാണ്. ഹൈ ആൻഡ് ഹൈ ചാൻസ് എന്ന്. കാരണം നമ്മൾ പറയില്ലേ, ഈ ഒരു കണ്ണിങ്ങനെ മൂടിക്കെട്ടി വെച്ച് ഈ ഒരു കണ്ണൊന്ന് ഇറക്കി വിട്ടാൽ നിങ്ങളുടെ അടുക്ക വരാനുള്ള ചാൻസ്. പക്ഷെ ഇപ്പോൾ ഒരു കുറച്ച് കൺട്രോളൊക്കെ ചെയ്ത് നിൽക്കണം എന്നുള്ള രീതിയിൽ വിചാരിക്കുകയാണ്. പക്ഷേ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് തന്നെ ഈ ഒരു വ്യക്തി നിയന്ത്രിക്കാൻ പറ്റുക. അതായത് നിങ്ങളോട് ചെയ്തു പോയതും അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്, നിങ്ങളിലേക്ക് തന്നെ വരികയാണെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഹാപ്പിനെസ്സിന് മുൻതൂക്കം കൊടുത്ത് പോവുകയാണ്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇടയ്ക്ക് ചിന്തിക്കുകയാണ്, പണ്ടത്തെ പോലുള്ള സ്നേഹമൊന്നും ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇല്ലേ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഒക്കെയാണ് വീണ്ടും വീണ്ടും നിങ്ങളുടെ ഓർമ്മകളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ചക്രം പോലെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് തന്നെ എത്തിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് വളരെ ഈഗോയിസ്റ്റിക്കാണ്. ഞാൻ എപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്, അതന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാരണം കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി മാക്സിമം നോക്കും നിങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ അത് കാണുന്നില്ല എന്നറിയുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ദേഷ്യവും, അതുപോലെ തന്നെ എന്താണ് ഈ വ്യക്തി ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് തന്നെ അറിയാത്തൊരവസ്ഥയൊക്കെ ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി അല്ലാതെ വേറൊരു വ്യക്തി വന്നു എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി ഒക്കെ ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫീലിംഗ് ജെന്യൂൻ ആയിട്ടുള്ളതാണോ, ഓൺ ആൻഡ് ഓഫിലേക്ക് പോകാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ മിസ്സിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നതാണോ, തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയത് ദ 10 ഓഫ് പെൻഡക്കിൾസ് ആണ്. ഓക്കെ, ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് ആ ഒരു മൊമെൻറ്റിൽ ഡിപ്പെൻഡൻറ്റ് ഫീലായിട്ടുള്ള ഒരു നിങ്ങളെയാണ് മിസ് ചെയ്യുന്നത്. കാരണം എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് എഫേർട്ട് എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിചാരിക്കുകയാണ് ആ ഒരു സ്നേഹം എപ്പോഴും നിങ്ങളുടെ ഇല്ലേ എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തിക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവുകയാണ്. എന്ത് തന്നെ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയാലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മേലൊരു കൺട്രോൾ ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഇത് കുറേ ആളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ ആ ഒരു വ്യക്തിക്ക് റിഗ്രറ്റ് അടിച്ച് അങ്ങനെ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ച് നിങ്ങളെപ്പോഴും ആ ഒരു വ്യക്തിയിൽ തന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ടാവണം എന്നുള്ളൊരു ചിന്തയാണ്. പലരെയും അപേക്ഷിച്ച് ഒരു ടോക്സിക് റിലേഷൻഷിപ്പൊക്കെ ആയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് കൊണ്ടാണ്. എത്രത്തോളം ആ ഒരു റിലേഷനിൽ നിങ്ങൾ നിൽക്കുന്നു അത്രത്തോളം നിങ്ങൾ ഇൻസൾട്ടായിട്ടുണ്ടാകാം. ലാസ്റ്റ് രണ്ടും തീരുമാനിച്ച് ഇറങ്ങി വന്ന കുറച്ച് എനർജി എനിക്ക് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള സംബന്ധിച്ച് എന്ന് പറയുന്നത് അവർ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, കുറച്ച് പേരെ സംബന്ധിച്ച് അവരൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം അവരെ കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് ആവുന്നില്ല. ആ ഒരു സ്നേഹം അവർ അഭിനയിച്ച് തീർത്ത, ഒരുപാട് പേരെ സംബന്ധിച്ച് ടോക്സിക് ആയിരുന്നല്ലോ, അപ്പോൾ അഭിനയിച്ച് തീർത്ത സ്നേഹം അതൊക്കെയാണ് ഈ ഒരു വ്യക്തി മിസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ചീത്ത പറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങളുടെ മേലൊരു സ്വാധീനമുണ്ട് എന്ന് വിശ്വസിച്ച് ആ ഒരു വ്യക്തി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരുപാട് ഈ ഒരു സിറ്റുവേഷനിൽ ഇൻസൾട്ടാക്കപ്പെട്ട ഒരു സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട്. അത് മേ ബി നിങ്ങൾ തന്നെ ആവാനാണ് ചാൻസ്. ആ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളെ ഇൻസൾട്ടാക്കിയിട്ടുണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു പേടിയൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം മുൻപേ നിങ്ങളായിട്ട് അങ്ങോട്ട് പോയി വീണ്ടും വീണ്ടും ഒരു പാച്ചപ്പ് ചെയ്യാൻ ശ്രമിച്ചൊരു റിലേഷൻഷിപ്പാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഇതിലേക്ക് തന്നെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുറേയേറെ സംബന്ധിച്ച് എന്തിന് സിറ്റുവേഷൻ ഉണ്ടായിക്കോട്ടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ കോണ്ടാക്റ്റ്, അറ്റ്ലീസ്റ്റ് ഒരു കോണ്ടാക്റ്റ് എങ്കിലും വെക്കണം എന്നാണ് ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ എനർജി എങ്ങനെയാണ് ഈ ഒരു ടൈമിലൂടെ നോക്കാം.
ഓക്കെ. കുറച്ച് പേരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു മൊമെൻ്റ്, ആ ഒരു പേഴ്സണെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ പോലും, എത്ര തന്നെ ഉണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡിലും ഉണ്ട് ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ ആ പണ്ടത്തെ അത്ര ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡിലും ഒരു ചെറിയൊരു രീതിയിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ഓർമ്മ ഇടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ബട്ട് സാരമില്ല, അതൊരു സിറ്റുവേഷൻഷിപ്പാണ് എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് പേര് വിചാരിക്കുന്നുണ്ട്. കാരണം എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. പിന്നെ കുറച്ച് പേരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻ നിന്നും ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുറച്ച്. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞത് പണ്ടത്തെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എനിക്ക് അങ്ങോട്ടേക്ക് വീണ്ടും വീണ്ടും പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു ഇൻഫിനിറ്റ് കാർഡാണ് നമുക്ക് കിട്ടുന്നത്. ഡെത്ത് റീബർത്ത് സിറ്റുവേഷൻ കഴിഞ്ഞു, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതെൻ്റെ ഭാഗത്തും ഫോൾട്ട് ഉണ്ട്, അത് ഞാൻ ഒരു മോശമായിട്ടുള്ളൊരു വ്യക്തിയാണ് ട്രസ്റ്റ് ചെയ്തത് എന്നുള്ളത്. ആ ഒരു ട്രസ്റ്റിനാണ് നിങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ എനിക്ക് പലതും യൂണിവേഴ്സിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഇനിയിപ്പം അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ മൈൻഡിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോഴുള്ള ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത്, അതായത് അങ്ങനെ പറയാമെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നവരുണ്ട്, പുതിയൊരു അവസരങ്ങൾ കാത്ത് നിൽക്കുന്നവരുണ്ട്. അതിപ്പോൾ ജോലിക്ക് ജോലിയായിട്ടാണെങ്കിലും അതുപോലെ തന്നെ അവസരങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടേതായിട്ട് എൻജോയ്മെൻറ്റ്, അതായത് മൊമെൻറ്റിൽ സ്റ്റക്ക് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് അതിൽ തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് നിങ്ങളെപ്പോൾ ഒരു കോൺഫിഡൻറ്റോടൊരു തീരുമാനം എടുക്കുന്നു, അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുതരും എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, കുറേ ആൾക്കാർക്കൊരു റിഗ്രറ്റിംഗ് മനോഭാവമൊക്കെ ഉണ്ടാവുന്നുണ്ട്. വരുമായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. ഓക്കെ, ചിലവരെന്ന് പറയുന്നത് സിറ്റുവേഷനിൽ എന്ത് തന്നെ ആയാലും അതിൽ നിന്ന് മുന്നോട്ട് പോയേ പറ്റൂ. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹേർട്ട് ചെയ്യുന്നുണ്ടാകാം, പക്ഷേ മുന്നോട്ടുള്ള വഴി ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എത്രത്തോളം സമയമെടുത്തിട്ടാണെങ്കിലും ഞാനിത് ഓവർകം ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് വയ്ക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ലൈഫിൽ രക്ഷപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കി കുറച്ച് പേര് പറയുന്നത് എനിക്ക് ഈ ഒരു പേഴ്സൺ ഇല്ലാതാവില്ല, ന്യൂ ബിഗിനിങ്, എന്തെന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് വേണം. എങ്ങനെ തന്നെ ആ ഒരു വ്യക്തി ടോക്സിക് ആണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എങ്ങനെ തന്നെ ആയാലും ആ ഒരു സ്വഭാവം മാറ്റിയിട്ട് വന്നിട്ടുണ്ട്, വീണ്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയും എനിക്കിവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്കിനി നിങ്ങൾക്ക് ഗൈഡൻസ് എന്താണെന്നും കൂടി നോക്കാം. ദി ടവർ കാർഡ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ദി 8 ഓഫ് സോഡാണ് കിട്ടിയത്. ഇവിടെ കുറേ ആളെ സംബന്ധിച്ച് കുറച്ച് ഹീലിംഗ് പീരീഡ് കുറച്ച് ലോങ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നിങ്ങൾ പുതിയ അവസരങ്ങൾ തേടുന്നത് പഴയ ഓർമ്മകൾ അവിടെ വെച്ചിട്ടാണ്. അതിലൂടെ നിങ്ങൾ പുതിയൊരു അവസരങ്ങൾ തേടുകയാണെങ്കിൽ ഒരു സിറ്റുവേഷൻ ഹീലപ്പ് ചെയ്യാതെ ഒരു മുറിവ് ഉണങ്ങുന്നതിന് മുന്നേ അതിൻ്റെ മുകളിൽ വീണ്ടും മുറിവ് വന്നാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു മുറിവ് കൂടുകയുള്ളൂ അല്ലേ? കാരണം എന്താണ് നമ്മൾ മനഃപൂർവ്വം ചെയ്യണ്ട എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നത്, അതാണ് നമ്മുടെ മൈൻഡ്, നമ്മുടെ എനർജി അങ്ങനെയാണ്. എന്ത് വേണ്ടാന്ന് തോന്നുന്നു അതിലേക്ക് അങ്ങനെ എന്നാലും ഒരു ചാൻസും കൂടി കൊടുത്ത് നോക്കാം എന്നുള്ള രീതിയിൽ പറയുന്നവരാണെങ്കിൽ കൊടുക്കണം. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്നതിൽ വലിയ മോശമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ ഒരുപാട് ചാൻസ് കൊടുത്തു സ്റ്റിൽ അങ്ങനെയുള്ളൊരു ബിഹേവിയർ തുടർന്ന് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വീണ്ടും കാണിച്ചു തന്നു, എന്നിട്ടും പഠിച്ചിട്ടില്ല, എന്നിട്ടും നിങ്ങളെന്തായി വീണ്ടും ചാൻസ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾ പഴയ ഒരു കാര്യത്തിൽ തന്നെ വീണ്ടും സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഹാപ്പിനെസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് കുറേ ഒരു എനർജി പ്രകാരം മൂവ് ഓൺ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കാം എന്നുള്ളൊരു എനർജിയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അത് പറയാനുള്ള കാരണം ടവറിൽ തുടങ്ങി ദ 5 ഓഫ് കപ്സിൽ നിന്നാണ്. അപ്പോൾ 2 കപ്പ് അവിടെ വെച്ചിട്ട് 3ാമത്തെ കപ്പ് വീണുപോയ കപ്പിന് നോക്കുകയാണ്. കാരണം ഇവിടെ തീർന്നു എൻ്റെ അവസരം എന്ന് വിചാരിച്ചു ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാതെ. ചിലപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടാവും, പക്ഷേ സ്റ്റിൽ എന്താണ് ആ ഒരു വീണ കപ്പിൽ നോക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് കൂടുന്നുണ്ട്. അപ്പോൾ അത് മാറ്റുക, എന്നാൽ മാത്രമേ നിങ്ങൾക്കുള്ള മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ
ലൈഫാണ്. ചില ലെസൺസ് അങ്ങനെയാണ്. കുറച്ച് പെയിൻഫുള്ളായിരിക്കാം, വേദനാജനകമുള്ളതായിരിക്കാം. പക്ഷെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റിലാണ് നമ്മൾ ഒരു ശരിക്കും മെച്യൂരിറ്റി എന്താണെന്ന് നമ്മൾ അറിയുന്നത്. അല്ലാതെ വീണ്ടും നിങ്ങൾ ആ ഒരു തെറ്റിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ യൂണിവേഴ്സിലും അതേ സൈക്കിളിൽ നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ വിട്ട് പുറത്ത് പോകുന്നത് അത്ര വരെ നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു പേഴ്സണെങ്കിൽ നിങ്ങളൊന്നും ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ് തേടി പോകാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ആ ഒരു വ്യക്തി കറങ്ങി തീർത്ത് നിങ്ങളുടെ അടുക്ക തന്നെ എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഒറാക്കിൾ റീഡിങ്സ് കൂടി നോക്കാം. റീച്ചിങ് യുവർ ഡെസ്റ്റിനേഷൻ, ഡിസ്റ്റൻറ്റ് തണ്ടർ. ഓക്കെ, നിങ്ങളാണ് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത്. അതെങ്ങനെയുള്ള ചിന്തകളാണോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ചിരിക്കും. നിങ്ങളിപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫെല്ലോ ട്രാവലേഴ്സ്, സപ്പോർട്ട് ഈസ് ഓൾ അറൗണ്ട് ഈസ് സോളിഡ്. നിങ്ങൾ നിശബ്ദമാകുന്ന ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ മുന്നിൽ സത്യം എന്താണെന്ന് തെളിയുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ മാനിഫെസ്റ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഓറ ഇപ്പം നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. യുവർ ലൈറ്റ് ഈസ് ഷൈനിങ് ബ്രൈറ്റ്ലി, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എത്തുമെന്നുള്ളതാണ്. പെട്ടെന്ന് എത്തുന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിന് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ബട്ട് റീച്ചിങ് യുവർ ഡെസ്റ്റിനേഷൻ എന്നുള്ളൊരു കാർഡ് തന്നെയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് പറയുന്നത്. ഡിസ്റ്റൻറ്റ് തണ്ടർ എന്നുള്ളതാണ്. ക്ലിയർ ദ എയർ, അതായത് എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഹോപ്പ് കൈവിടാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. ഫെല്ലോ ട്രാവലേഴ്സ് എന്നുള്ളത്, സപ്പോർട്ട് ഈസ് ഓൾ അറൗണ്ട് യു, നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സഹായിക്കാൻ യൂണിവേഴ്സൽ എനർജി ഉണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഒരു ഹോപ്പും ഇല്ലാതെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാവുന്നതാണ്. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.